ഇപ്പോൾ നെടുമ്പാശ്ശേരി CSF ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഐവിൻ ജിജോയുടെ കൊലപാതകം CSFന്റെ ആക്രമണത്തിലാണ് ഐവിൻ കൊല്ലപ്പെട്ടത്. വലിയ പ്രതിഷേധമാണ് അവിടെ ഇപ്പോൾ ഉയരുന്നത്. സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ടോ പ്രതിഷേധം? ഐവിൻ ജിജോയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധമാണ് എല്ലായിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. രണ്ട് CSF ഉദ്യോഗസ്ഥർ ചേർന്നാണ് അതിക്രൂരമായി ഐവിൻ ജിജോയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ തർക്കത്തിലാണ് 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ രണ്ട് CSF ഉദ്യോഗസ്ഥർ ചേർന്ന് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ CSFന്റെ നടപടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ CSFന്റെ നെടുമ്പാശ്ശേരി യൂണിറ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കുകയാണ്. പ്രദേശത്ത് നേരത്തെ തന്നെ പോലീസ് സംഘം സജ്ജമായിരുന്നു. ഇവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് ഓഫീസിന് മുന്നിൽ ഈ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാ ദിക്കിൽ നിന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ നിലയിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിൽ മദ്യലഹരിയിലായിരുന്നു ഈ ഉദ്യോഗസ്ഥരെന്നുള്ള സൂചന കൂടിയുള്ളപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ ഈ സമരം സംഘടിപ്പിച്ച് കടന്നു വന്നത്. ഈ സമരത്തിന് സ്വാഗതം പറയുന്നതിന് പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ അങ്കമാലി നിയോജകമണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട പോൾ ജോബറെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്, കുറെ നാളുകളായി ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് CISFനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാധാരണ നാട്ടുകാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്, ഇവർ ചെയ്യുന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന്. കയ്യിൽ അധികാരമുണ്ടെന്ന് കരുതി, കയ്യിൽ തോക്കുണ്ടെന്ന് കരുതി സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറാമെന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ്. അത് വെറും ഒരു പൊള്ളയായ സ്വപ്നമാണെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ഈ CISF പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഇൻസ്പെക്ടർമാരുടെ കൊടും ക്രൂരത കൊണ്ട് ഐവിൻ എന്ന ഒരു ചെറുപ്പക്കാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് കടന്നു വരും. ഇനിയും ഇത് നടത്തിയ ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നത് വരെ നെടുമ്പാശ്ശേരി CS ഓഫീസിലേക്ക് നടക്കുന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.